സംഘി എന്നത് ഒരു മോശം വാക്കല്ല എന്ന് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലം ടി ജി ശ്രദ്ധിച്ച് കാണാം. രജനിയുടെ സംഘി, എൻ്റെ അച്ഛൻ സംഘിയല്ല എന്ന് രജനീകാന്തിൻ്റെ മകൾ ഐശ്വര്യ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ലാൽ സലാം എന്നുള്ള പുതിയ സിനിമയിൽ അഭിനയിക്കുമായിരുന്നില്ല. അതായത് അയോധ്യയിൽ രജനീകാന്ത് പോയതിന് ശേഷം വലിയ സൈബർ ആക്രമണം ഉണ്ടായപ്പോൾ ഐശ്വര്യ പറഞ്ഞു എന്നും പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. അതിനാണ് ഇന്ന് രജനീകാന്ത് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. സംഘി ഒരു മോശം വാക്കല്ല, എൻ്റെ മകൾ ഐശ്വര്യ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പാസമുള്ള മനിതനപ്പാ ഞാൻ മീശ വെച്ച കുളന്തയപ്പ പടയപ്പ. അതെ അതെ, മീശ വെച്ച കുഴന്തയാണത്. സത്യസന്ധനായൊരു മനുഷ്യൻ. പ്രായമായപ്പോൾ മീശ വെച്ചു, ഉള്ള് കുളന്ത പോലെയാണ്. ഇത് ആ പാട്ടിലൂടെ അദ്ദേഹം എല്ലാവരോടും പറഞ്ഞതാണ്. ഒരു പക്ഷേ അദ്ദേഹം എഴുതിയ പാട്ടൊന്നുമല്ല അത്. എന്തായാലും മെസ്സേജ്. ലുക്ക് അറ്റ് രജനീകാന്ത്. എന്തെങ്കിലും മേക്കപ്പ് ഉണ്ടോ പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ? അതെ അതെ അതെ, നരച്ച താടിയും കഷണ്ടി വന്നു. നെക്സ്റ്റ് ഡേ ഇങ്ങേര് ജയിലർ ആയിട്ട് എല്ലാവർക്കും അറിയാൻ വെച്ചിരിക്കുന്ന വിഗാണ്, പുട്ടി അടിച്ചിട്ടുണ്ട്, ഒക്കെ അറിയാം. ബട്ട് സ്റ്റിൽ പീപ്പിൾ എൻജോയ്. അത് കാണുമ്പോഴാണ് നമുക്ക് ചിലരൊക്കെ എടുത്ത് കണക്ട് ട്രാൻസ്ഫർമേഷൻ. അതെ, ഹി ഡസൻ കീപ്പ് എനിത്തിങ് സീക്രട്ട്. പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കാൻ ശരിയെന്നൊക്കെ പറഞ്ഞു, യോഗമൊക്കെ വിളിച്ചു. അതൊരു ഗുണം പിടിക്കുന്നില്ല, ക്ലച്ച് പിടിക്കില്ല, അടിയും വഴക്കുമാണെന്ന് മനസ്സിലായി. പുള്ളി അത് ഡ്രോപ്പ് ചെയ്തത് മാത്രമേ അത് ജനങ്ങളോട് പറഞ്ഞു, ഞാൻ ഡ്രോപ്പ് ചെയ്തു, അത് ശരിയാവില്ല. ഇങ്ങനെ നേരെ പോകുന്നുള്ളൊരു മനുഷ്യൻ. പിന്നെ ഈ രജനീകാന്ത് ഇങ്ങനെ പെരുമാറണം അങ്ങനെ പെരുമാറണം എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അതുപോലെ പെരുമാറിയില്ലെങ്കിൽ അവർ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ട്രോൾ ചെയ്യും. അതെ അതെ, ആ ട്രോളിംഗ് ആണ് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നത്. ഇറ്റ് ഡസൻ കെയർ ഫോർ ദാറ്റ് സിമ്പിൾ മാൻ. ഒരു കോലാഹലം ഉണ്ടാക്കാതെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് വന്നു, ഒരു കോലാഹലവുമില്ലാതെ തിരിച്ചുപോയി. വെറുതെ ഒരു മനുഷ്യൻ സംഘി എന്നൊക്കെ, സംഘി ഒരു ചീത്തവാക്കല്ല. എന്നെ ആരെങ്കിലും സംഘി എന്ന് വിളിച്ചാൽ എനിക്കൊരു പ്രയാസം. എന്താ സംഘമായിട്ട് ബന്ധമുള്ളവൻ സംഘി, അത് പറയുന്നതിലൊരു തെറ്റുമില്ല. സംഘം എന്ന് വെച്ചാൽ RSS ആണ്. അല്ല ടി ജി, ഒരു കാര്യം, കരുവന്നൂർ സഹകരണ സംഘത്തെ അല്ലല്ലോ തമിഴ്നാട്ടിൽ. അതെ അതെ, തമിഴ്നാട്ടിൽ ഈ സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്നൊക്കെ പറയുന്ന ടീംസ് വളരെ സജീവമാണ്, ഭരണത്തിരിക്കുക. അവർ സംഘികൾ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണെന്ന് പറയുമ്പോൾ തമിഴൻ്റെ ആരാധനാമൂർത്തി പറയുകയാണ് സംഘി ഒരു മോശം വാക്കല്ല എന്ന്. അത് തമിഴ്നാട്ടിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ലേ? ഉണ്ടാക്കും, തീർച്ചയായിട്ടും ഉണ്ടാക്കും. തമിഴ്നാടിനെ പോലെ ഹിന്ദുത്വം ഉറങ്ങിക്കിടക്കുന്ന വേറൊരു സ്റ്റേറ്റില്ല. ആ ജസ്റ്റ് ബിഹൈൻഡ് സർഫസ്. അത് മുളച്ചാൽ അത് വലിയൊരു പൊട്ടലായിരിക്കും, ഒരു സ്ഫോടനത്തോടെ ആയിരിക്കും അത് പുറത്തു വരുന്നത്. അതിനെ കാത്തിരിക്കുകയാണ് തമിഴ് മണ്ണ്. അപ്പോൾ അതിൻ്റെ സമയമായി എന്നൊരു പക്ഷേ രജനീകാന്തിനും തോന്നിക്കാണും. ഈ അഗ്നിപർവ്വതമൊക്കെ പൊട്ടുന്നതിന് മുമ്പ് ചില സിഗ്നൽസ് വരും. ഒരല്പം പക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ലാവ ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ ഈ സെസ്മോളജിസ്റ്റുകൾ, അഗ്നിപർവ്വതത്തിൻ്റെ സ്പെഷ്യലിസ്റ്റുകൾ, അവർക്കറിയാം. അവർ പറയും അപ്പം തന്നെ ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യണം, മോസ്റ്റ് പ്രോബ്ലി ഇന്ന ഡയറക്ഷനിലേക്കായിരിക്കും വരുന്നത്. ഇതെല്ലാം ഈ സ്ഫോടനത്തിൻ്റെ അടയാളങ്ങളെല്ലാം കാണിക്കും. നോ എക്സ്പ്ലോഷൻ ടേക്സ് പ്ലേസ് വിത്തൗട്ട് എനി വാണിംഗ്. ഇറ്റ് ഗിവ്സ് യു വാണിംഗ്. ബോംബൊക്കെ വെച്ച് കഴിഞ്ഞാൽ വാണിംഗ് ഇല്ലാതെയാക്കുകയാണ് അവിടെ. അല്ലാതെ സ്വാഭാവികമായ പൊട്ടിത്തെറി അതിൻ്റെ സിഗ്നൽസ് നേരത്തെ കാണും. ആ സിഗ്നൽസാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഉദയനിധിമാരൻ, അയാളാണ് ആദ്യം ഈ കോലാഹലം ഉണ്ടാക്കുന്നത്. അയാൾ വിചാരിച്ചു അയാളൊരു നല്ല കാര്യം ചെയ്യുകയാണ്. സനാതന ധർമ്മത്തെ അഥവാ ഹിന്ദുക്കളെ കംപ്ലീറ്റ് വെട്ടിക്കശാപ്പി മലേറിയ പോലെ. ഇതിൻ്റെ കാര്യം എന്താണെന്ന് കഴിഞ്ഞാൽ ഈ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ്റെ മീറ്റിംഗാണ്. എന്താണെന്നറിയാമോ സാധനം? പുരോഗമന കലാസാഹിത്യ സംഘം. അതെ അതെ, അതിൻ്റെ തമിഴ് വെർഷൻ. നിറയെ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കുന്നു, DMK-കാരുമില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ വേദിയിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷം. അതുകൊണ്ട് ചെറുക്കൻ അടിച്ചങ്ങ് വിട്ടു. ഇത് ലൈവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നൊന്നും കക്ഷി വിചാരിച്ചില്ല. ഇതിന് റെപ്രക്കഷൻസ് ഉണ്ടാകുമെന്നും വിചാരിച്ചില്ല. പിന്നെ സനാതനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് അങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. മോഹൻദാസിനെ കൊല്ലും എന്ന് സുനിൽ പറയുന്നു. പ്രശ്നമായി വഴക്കും ബഹളമൊക്കെ ആയി കഴിയുമ്പോൾ അല്ല, ഞാൻ മോഹൻദാസിനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഈ മുമ്പിരിക്കുന്ന മോഹൻദാസിനെ അല്ല, അത് വേറെ, ഇത് വേറെ മോഹൻദാസ്, അത് വേറൊരു മോഹൻദാസ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ കുത്തിന് പിടിക്കും. നീ അങ്ങനെ അങ്ങ് പോകാൻ പറ്റേ. ഇതാണ്
സംഭവിച്ചത്. അവിടെ നിന്ന് തുടങ്ങിയ കഷ്ടപ്പാടാണെന്ന് നോക്കൂ. കുറച്ചെങ്കിലും ഇത് ബാലൻസിൽ നിൽക്കുന്നത് ഈ ഉദയനിധിയുടെ അമ്മ ഗുരുവായൂരപ്പനെ കൊണ്ടുവന്നൊരു കിരീടം. എൻ്റെ പൊന്നു ഗുരുവായൂരപ്പ, അപ്പോൾ ആ ചെറുക്കം പറഞ്ഞുപോയി. അപ്പം എനിക്ക് തോന്നുന്നത് അതിന് മുമ്പായിരുന്നു. ഏതായാലും ഒരു ഗ്യാരണ്ടി ഇവിടെ നിന്ന് മേടിച്ചു. അപ്പോൾ ഗുരുവായൂരപ്പൻ ഞാൻ നേരത്തെ മുതൽ പറയുന്ന ഉദാഹരണമാണല്ലോ. സ്റ്റാലിൻ വന്നാലും അനുഗ്രഹിക്കും, അണ്ണാമല വന്നാലും അനുഗ്രഹിക്കും. ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. പക്ഷേ പുള്ളിക്ക് പുള്ളിയുടേതായ ഒരു ടൈമിംഗ് ഉണ്ട്, കയറി ആക്ട് ചെയ്യും. തീരുമാനങ്ങളുണ്ട്. മാത്രമല്ല പുള്ളിയുടെ ആൾക്കാർ മുഴുവൻ തമിഴ്നാട്ടിലാണെന്നേ. അതെ അതെ അതെ. ഗുരുവായൂരപ്പൻ്റെ ആൾക്കാരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലുള്ള അത്രയും അമ്പലം കേരളത്തിലുണ്ട്. ഇല്ല, തമിഴ്നാട് എത്രയോ വലിയ സ്റ്റേറ്റാണ്, എത്ര മഹാക്ഷേത്രങ്ങൾ. ശിവൻ്റെ സ്ഥലമാണ്, ചാമുണ്ടേശ്വരിയുടെ സ്ഥലമാണ്. ഇതൊന്നും വേണ്ട, മുരുകൻ. അതെ അതെ അതെ. ഒരൊറ്റ ആൾ മതി. അപ്പോൾ ഇങ്ങനെ എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിഞ്ഞാൽ മതി ഇതിലൊക്കെ. പക്ഷേ ടി ജി, ഇതിനകത്തൊരു രസകരമായൊരു കാര്യം, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഐശ്വര്യയുടെ പേരിൽ ഇങ്ങനൊരു പോസ്റ്റ് വന്നു എന്നും പറഞ്ഞ് വലിയ ആഘോഷമായിരുന്നു. നമ്മൾ അതിന് സമാനമായി കേരളത്തിൽ സംഭവിച്ചു. നമ്മുടെ നടി ഉർവശിയുടെ പേരിൽ ഒരു ഫേക്കായിട്ട് ഒരു പോസ്റ്റർ ഇറക്കി, ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിച്ച രാമനെ ആര് ആദരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ പിറ്റേന്ന് ഉർവശി പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടേ ഇല്ല. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ സാംസ്കാരിക ബിംബങ്ങളൊക്കെ പ്രാണപ്രതിഷ്ഠയ്ക്ക് അയോധ്യയിലെത്തിയപ്പോൾ കുറേ ആളുകളെ കൂട്ടുപിടിച്ച് ഇങ്ങനെ ഫേക്ക് നറേറ്റീവ്സ് കുറേ ഉണ്ടാക്കി. അതെല്ലാം പൊളിഞ്ഞു വീഴുകയാണ്. അപ്പോഴാണ് ഇപ്പോൾ രജനി പറയുന്നത് എൻ്റെ മകൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. ഇന്നത്തെ മനോരമയെ കുറ്റം പറയാൻ പറ്റില്ല. മനോരമ രജനിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു 2 സെൻറ്റിമീറ്റർ വാർത്തയായിട്ട് ചരമ പേജിന് തൊട്ട് മുമ്പ് കൊടുത്തിട്ടുണ്ട്. അല്ല, ഇതിനി കൂടി വരികയുള്ളൂ. കാരണം ടെക്നോളജി ഞാൻ അറിഞ്ഞിടത്തോളം എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞതാണ്, സാറിൻ്റെ 10 മിനിറ്റുള്ള സംസാരിക്കുന്ന ഒരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ സാറിൻ്റെ ചുണ്ടിലൂടെ സാറിൻ്റെ ശബ്ദത്തിൽ എന്ത് വേണമെങ്കിലും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഉണ്ടാക്കാൻ പറ്റും. ഒരു 10 സെക്കൻഡ് കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെങ്ങനെ അത്രയധികം മാനിപ്പുലേറ്റീവ് പവറാണതിന്. ഇപ്പോൾ ഭാരതം എന്നുള്ള വാക്ക് സാറ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേം നസീർ എന്നുള്ള വാക്ക് സാറ് എങ്ങനെ പറയും എന്ന് സോഫ്റ്റ്വെയർ വഴി തീരുമാനിച്ചിട്ട് അത് പുറത്ത് വരും. ഇപ്പോൾ എവിടെയൊക്കെ സാറ് ഭാരതം എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം പ്രേം നസീർ എന്ന് കേൾക്കും. ഈ സംഭാഷണം ഇതാക്കാൻ അവർക്ക് ഒരു പ്രയാസവും. ഇപ്പം ഞാൻ ഈ പടയപ്പയിൽ 2 വരി പാടിയില്ലേ, അത് മനോഹരമായിട്ട് SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ പാടിയ അതേ ശ്രുതിയിലും ഇതിലും ഭംഗിയിലും എൻ്റെ ശബ്ദത്തിൽ പുറത്തു വരുത്താൻ AI-ക്ക് പറ്റും. ഇപ്പോൾ റീസെൻ്റ്ലി ഒരാളത് ചെയ്തു. അയാളൊരു പാട്ട് പാടിയിട്ട് പ്രശസ്തയായ ഒരു ഗായികയുടെ ശബ്ദത്തിലേക്ക് അത് മാറ്റി. നമ്മൾ കേട്ട് കഴിയുമ്പോൾ ഇവർ തന്നെയാണ് അത് പാടുന്നത്. ഇയാളെങ്ങും പോയിട്ടില്ല, ഇയാളുടെ സ്റ്റുഡിയോയിൽ മാത്രമേ ഇരിക്കുകയാണ് വിത്ത് മിനിമം എക്യുപ്മെൻറ്റ്സ്. അത് ഒരു TV ചാനലിൽ അവർ കാണിച്ചു. അത്ഭുതകരമായ ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻ്റാണ്. ഇത് തന്നെ ഇതിൻ്റെ ബാഡ് സൈഡാണ് മറ്റത്. നാളെ പിണറായി വിജയൻ രാമക്ഷേത്രം വന്നത് നന്നായി എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നാൽ നമ്മൾ ഭ്രമിച്ചു പോകും. പിണറായി വിജയനെ നിഷേധിക്കാൻ പറ്റില്ല. ഇത് നിങ്ങൾ പറഞ്ഞിട്ടില്ലെന്നാണോ പറയുന്നത്? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല, അതെന്തോ കള്ളത്തരമാണെങ്കിൽ തെളിവ്. ഈ ഡീപ്പ് ഫേക്ക് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണ്. വലിയ ലാബോറട്ടറി ഇത് ചെയ്യാൻ എളുപ്പവും കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണ്. വലിയ ലാബോറട്ടറിയൊക്കെ ഉള്ളവർക്ക് ഫൈനലി ഇത് AI ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സാധനം കൂടി വരികയുള്ളൂ. ഇനി നമ്മൾ ഒരു കാലത്ത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമായിരുന്നു, വഴിയെ പോകുന്ന എന്തിൻ്റെയും ഫോട്ടോ എടുക്കാൻ നമുക്ക് പറ്റുമെന്ന്, അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റുമോ. വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ക്യാമറയൊക്കെ തോളത്ത് വെച്ച് അതിൻ്റെ ട്രിപ്പോട് സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ചെയ്താണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടൊന്നിനും വീഡിയോ ഇല്ല. മഹാത്മാഗാന്ധിയുടെ പ്രസംഗങ്ങൾ എത്രയുണ്ട് വീഡിയോ? ഇല്ല. ഒരു കഷ്ണമോ എന്തോ ഉണ്ട്, എവിടെയോ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ചെറിയ കഷ്ണം. ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസംഗങ്ങളുടെ വീഡിയോ ഉണ്ടോ? ഇല്ല. കാരണം വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അക്കാലത്ത് വലിയ പ്രശ്നം. ഫിലിപ്സ് ഡിവിഷനാണ് ചെയ്തുകൊണ്ടിരുന്നത് അക്കാലത്ത്. ആരുടെയിലുണ്ട് ക്യാമറ ഈസ് വെരി ഹെവി, ഹൈലി കോസ്റ്റ്ലി, ഇങ്ങനെയൊക്കെയുള്ള. ഇപ്പോൾ അതൊക്കെ പോയിട്ട് ഒരു 5000 രൂപ കയ്യിലുണ്ടെങ്കിൽ ആരുടെ കുളിമുറിയിലും കേട്ട് ഫോട്ടോ. അതെ.
ടി.ജി. ഒളിഞ്ഞു നോക്കാനൊരു സാമർഥ്യം വേണമെന്ന്. അതൊരു കഴിവുണ്ടായ സ്കില്ലുണ്ടായാൽ മതി. ടി.ജി. ഒരു രസകരമായ സംഭവം, ഒരു കാലത്ത് ആക്ഷേപിക്കാനാണ് ഈ ചാണകം സംഘി എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആളുകൾ തിരിഞ്ഞു നിന്നിട്ട് അതേടാ ഞാൻ സംഘിയാണെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ സംഘി എന്ന് പറഞ്ഞാൽ ഒരു മോശം പദമല്ല എന്ന് രജനീകാന്തിനെ പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും മാർക്കറ്റ് വാല്യൂ ഉള്ള താരങ്ങൾ വരെ പറയുന്നു. ഈ അപമാനകരമായ അവസ്ഥയിൽ നിന്ന് അഭിമാനകരമായ തരത്തിലേക്ക് ഈ സംഘി മാറുന്നത് എങ്ങനെയാണ്? അത് എല്ലാവർക്കും ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം അറിയാതെ കൊണ്ടാണ്. സംഘി ഒരു ചീത്ത വാക്കല്ല, ഈവൻ ചാണകം ഒരു ചീത്ത വാക്കല്ല. ഞാൻ അതാ സുനിലിൻ്റെ മുമ്പിൽ വെച്ച് പറയുന്നു, ഞാനൊരു ചാണക സംഖ്യയാണ്. അതെ, സോ ബ്ലഡി വാട്ട്. എനിക്ക് ചാണകം ഒരു വെറുക്കപ്പെട്ട പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു, തൊഴുത്തുണ്ടായിരുന്നു, ഞാൻ ചാണകം വാരിയിട്ടുണ്ട്. അതിലൊന്നും ഒരു കുഴപ്പവും എനിക്ക് തോന്നിയിട്ടില്ല. ഇന്നും അത് ചെയ്യേണ്ടി വന്നാൽ എനിക്കതിനോട് വെറുപ്പൊന്നുമില്ല. ചാണകം ഒരു മോശപ്പെട്ട സാധനമല്ല. ഇപ്പോൾ ഈ തൃശ്ശൂർ ചാണകവെള്ളം തളിക്കാനല്ലേ വന്നത്? അതെ അതെ അതെ. ശുദ്ധി ചെയ്യാൻ ചാണകവെള്ളം വേണം എന്നുള്ളൊരു ബേസിക് ഇത് ഇപ്പോഴും കിടക്കുന്നു, മനസ്സിൽ കിടപ്പുണ്ട്. ആ ചാണകം എങ്ങനെ മോശമാകും? ശുദ്ധീകരിക്കുന്ന സാധനം മോശപ്പെട്ട സാധനമാണ്. അതെ അതെ. ഈ ചാണകസംഖ്യ എന്ന് പറയുന്നത് പോലും യാതൊരു തെറ്റുമില്ല. അതുകൊണ്ട് സന്തോഷമായിട്ട് വിളിക്കേണ്ടവർ വിളിക്കട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. അതൊരു പൊളിറ്റിക്കൽ ചേഞ്ച് കൂടി ഇല്ലേ അതിനകത്ത്? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് വിസിബിളായി വരുന്നു ഇപ്പോൾ അല്ലേ? ഇപ്പോൾ കൂടുതൽ വിസിബിളായിട്ട് വരുന്നു. ലേറ്റസ്റ്റ് അതിൽ ആഡ് ചെയ്യപ്പെട്ട ആളാണ് രജനീകാന്ത്. അപ്പോൾ ഒരുപക്ഷെ ഇവരിങ്ങനെ പഴയ തോപ്പിൽ ബാസിയുടെ നാടകം പോലെ കൂടുതൽ ആളുകളെ സംഘികളാക്കുകയും അവർ അതേടാ ഞാൻ സംഘിയാണ് എന്ന് പറഞ്ഞു വരുന്ന കാഴ്ച ഇനിയുള്ള കാലത്ത് കൂടുതൽ വിസിബിൾ ആകുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.